ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തട്ടുകട സ്റ്റൈലിൽ കൊള്ളിയും മുട്ടയും ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ആദ്യം നമ്മൾ തൊലി കളഞ്ഞ് വെച്ച കൊള്ളി കഷ്ണങ്ങളാക്കി. നുറുക്കി വെച്ച കൊള്ളി എടുത്ത് നമ്മൾ കുക്കറിലിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് സ്റ്റൗമ വയ്ക്കണം. കുക്കർ വെച്ചിട്ടുണ്ടല്ലോ, അതിന് ശേഷം നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. അതിലേക്ക് പെരിഞ്ചീരകം കുറച്ച് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഇഞ്ചി നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുക. കുറച്ച് നന്നായിട്ട് മൂത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇടുക. അത് ഒന്ന് നന്നായി വാടി വരുമ്പോൾ ഒന്നും കൂടി വാട്ടുക. നന്നായിട്ട് കുറച്ച് ഒന്ന് വാടുമ്പോൾ നന്നായിട്ട് പച്ചമുളക് അതൊക്കെ കൂട്ടി നന്നായി മിക്സ് ചെയ്ത് ഇളക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സബോള ഇട്ട് നന്നായി ഇളക്കുക. സബോള ഇട്ട് ഇളക്കി 2 സബോളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഉപ്പും പൊടി ഇട്ടിട്ട് ഇളക്കി. അപ്പം ഇത് കൂടി വേഗം മൊരിഞ്ഞ് കിട്ടുതേ. അതിലേക്ക് കുറച്ച് ഉപ്പും പൊടി ഇട്ട് ഇളക്കി. അതിന് ശേഷം ഇത്തിരി കുറച്ച് കറിവേപ്പില ഇട്ട് ഇളക്കി. അതിന് ശേഷം ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി ഇതൊന്ന് വാടിയാൽ ഇതിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായി മുട്ട കൊത്തിപ്പൊരിക്കും. ഇതിലിട്ടിട്ട് പത്രത്തിലിട്ടിട്ട് നന്നായി കൊത്തിപ്പൊരിച്ച് മിക്സ് ചെയ്ത് കൊത്തിപ്പൊരിക്കും. കൊള്ളിയിലെ കുക്കറിൽ കൊള്ളിയിട്ടുണ്ട്. ആ കൊള്ളിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അതിന് നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട് കൊള്ളീനെ. അതുവരെ നമ്മൾ ഈ മുട്ട നന്നായി റോസ്റ്റ് ചെയ്ത് നല്ല വെള്ളമൊക്കെ വറ്റിച്ച് മണിയായിട്ട് എടുക്കുക. എന്നിട്ട് വേണം കൊള്ളീനെ നമ്മൾ ഇതിലിട്ടിട്ട് നന്നായി ഇളക്കി എടുക്കണം. വേറെ മുട്ട കുറച്ചും കൂടി വെള്ളമുണ്ട് മുട്ടയിൽ. അപ്പോൾ ഒന്ന് വലിഞ്ഞോട്ടെ മുട്ടയിലെ വെള്ളം. അതിന് ശേഷം അതിന് മേലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. മുട്ടയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. അപ്പോൾ അതിന് ഇത്തിരി കൂടി സ്വാദുണ്ടായിരിക്കും. മുട്ട ഡ്രൈ ആവുന്നുണ്ട്, നന്നായി മുരിയുണ്ട്. അതിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൊള്ളിയിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ആ കൊള്ളി ഇതിലേക്ക് ഇടണം. കൊള്ളി എന്നിട്ട് ഇനി അത് നന്നായി ഇളക്കി മുട്ടയും സപ്പോളയും എല്ലാതും കൂടി നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ചെറു ചൂടിൽ ഒന്നും കൂടി കിടന്ന് ഒന്നും കൂടി ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായി കൊള്ളിയിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റി നന്നായി മിക്സ് ചെയ്ത് കൊള്ളിയിലെ വെള്ളമൊക്കെ വറ്റി ശരിയായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തട്ടുകടയിലത്തെ കൊള്ളി മുട്ടയും ശരിയായിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. കൊള്ളി മുട്ടയൊക്കെ നന്നായിട്ടുണ്ട്.